സുഹൃത്തുക്കളെ, ബിയോണ്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ അടുത്ത എപ്പിസോഡ് നിങ്ങൾക്ക് ഈ മരം ഏതാണെന്ന് മനസ്സിലായ? ഇതാണ് മുള്ളാത്ത അല്ലെങ്കിൽ മുള്ളൻചക്ക. അനോന മ്യൂരിക്കേറ്റ എന്ന് പറയും. അനോനേസി ഫാമിലി നമ്മുടെ ആത്തച്ചക്കയുടെ ഫാമിലിയാണ്. ഈ മുള്ളാത്ത വലിയൊരു മരമാവും, ഒരു മീഡിയം സൈസ് ട്രീ ആവും. ഇതിൻ്റെ ലീവ്സ് നിങ്ങൾ കണ്ടോ? ഷൈനിങ് ആണ്, ഹെൽത്തി ലീവ്സാണ്. മുകളിൽ നല്ല ഡാർക്ക് കളറാണ്. ലീവ്സ് നമ്മളിങ്ങനെ ആക്കിയിട്ട് ഒന്ന് സ്മെൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കൊരു സ്മെല്ല് കിട്ടും. ഇനി ഇതിൻ്റെ ഫ്ലവേഴ്സ്, ഇതാണ് മുള്ളാത്തയുടെ ഫ്ലവർ. കണ്ടോ? ഒരു മഞ്ഞ പച്ച, കൂടുതൽ മഞ്ഞ നിറമാണ് അതിനെ കാണുക. ഇത് നല്ല തിക്കാണ് ഇതിൻ്റെ പെറ്റൽസ്. ഇതിനകത്ത് ഉറുമ്പ് കണ്ടോ നിങ്ങൾ? ഇനി ഇതിൻ്റെ ഫ്രൂട്ട് ഇതാ ഇവിടെ ഒരെണ്ണമുണ്ട്, അതുമേ ഉറുമ്പുണ്ട് കണ്ടോ? ഇനി ഇവിടെ ഒരു കമ്പാരിറ്റീവ്ലി വലിയൊരു ഫ്രൂട്ട് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതാ താഴത്തെത്തി, മണ്ണിൻ്റെ അടുത്തെത്തി കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത, ഇത് സ്റ്റെമ്മിൽ നിന്ന് നേരിട്ട് വരികയാണ്. ഈ സ്റ്റെമ്മിൽ നിന്ന് നേരിട്ട് വരികയാണെങ്കിൽ നമ്മൾ 1-2 എപ്പിസോഡിൽ പറഞ്ഞു, അതിനൊരു പേര് പറയും കോളിഫ്ലവറി. അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ പറ്റും. സ്റ്റെമ്മിൽ നിന്ന് നേരിട്ടാണ് ഫ്ലവറും ഫ്രൂട്ടും വരിക. ഇനി ഇതിൻ്റെ മെഡിസിനൽ ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ, പണ്ട് ഇത് ക്യാൻസറിനൊക്കെ കൊടുത്തിരുന്നൊക്കെ പറയുന്നുണ്ട്. ചില ലക്ഷ്മി തരൂ എന്നൊക്കെ പറഞ്ഞ പ്ലാന്റിൻ്റെ പോലെ. ഇപ്പോൾ അത്രയും കൂടെ അത് സജസ്റ്റ് ചെയ്യണില്ല, കാരണം അതിൻ്റെ ഫുൾ എഫക്റ്റ് നമുക്ക് അറിയില്ല. ഇതിൽ വിറ്റാമിൻ സി ഉണ്ട്, ഫൈബേഴ്സ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ഇമ്മ്യൂണിറ്റി എൻഹാൻസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളുണ്ട്. അപ്പോൾ ഹെൽത്തി ആണെന്ന് പറയണോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ, പക്ഷേ ഈ പറഞ്ഞില്ല ഇതിൻ്റെ ഫുൾ സയൻറ്റിഫിക് ആസ്പെക്റ്റ് നമുക്ക് അറിയില്ല. എന്തായാലും ഇതാണ് ഫേമസ് ആയിട്ടുള്ള മുള്ളാത്ത, അനോന മ്യൂരിക്കേറ്റ, ചില സ്ഥലങ്ങളിൽ മുള്ളൻചക്ക എന്ന് പറയും. ഇതാണ് അതിൻ്റെ ഫ്ലവർ. അതുപോലെ തന്നെ ഫ്രൂട്ട് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നു. അതാണ് അതിൻ്റെ ഫ്രൂട്ട്. ഉറുമ്പ് ഇതിലുണ്ട്. ഇനി ഇതിൻ്റെ പോളിനേഷന് പ്രത്യേകത, ഫ്ലവർ നന്നായിട്ട് പോളിനേറ്റ് ചെയ്താൽ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്ത് വരും. ഫ്ലവർ നന്നായിട്ടല്ല പോളിനേഷൻ എങ്കിൽ ആ ഫ്ലവർ കൊഴിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ പ്രത്യേകത കൂടെ ഇതിനുണ്ട്. ഈ ഫ്ലവറിൽ നല്ല പോളിനേഷൻ നടന്നാൽ അത് ഫ്രൂട്ടാവും, അല്ലെങ്കിൽ അത് കൊഴിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കണോ? എങ്കിൽ ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിർത്തട്ടെ, മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. സോ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.